പ്രൈമാർക്കിൽ എന്നെ ഇരുന്നിട്ടാ വീട്ടിൽ എന്റെ മദറിന്റെ ഫോട്ടോ വെച്ചിട്ടില്ല. മദർ തെരസയുടെ ഫോട്ടോ ഉള്ളത്. എന്റെ ചുറ്റും എപ്പോഴും പോസിറ്റിവിറ്റി മാത്രമേ ഉണ്ടാകൂ. എല്ലാവരും പറയാറുണ്ട് ഇതിനു മുമ്പേ ഞാൻ 90 വയസ്സിന്റെ കെയർ ടേക്കർ ആയിരുന്നു. പുള്ളിക്കാരൻ കഴിഞ്ഞാണ് മരിച്ചത്. മരിക്കുന്നതിന് മുമ്പേ ഐ മിസ് യു പിന്നെ എന്റെ കൂടെ ആരുണ്ടെങ്കിലും അവരെപ്പോഴും ഹാപ്പി ആയിട്ട് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുടുംബം. ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമാണ് വീഡിയോ ഇന്ന് എടുക്കുന്നത്. ഞങ്ങൾ ഇന്ന് പ്രൈമാർക്ക് എന്നല്ല, ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്സിന് പോവാണ്. സ്മൃതി ഇപ്പം ഡ്യൂട്ടിയിലാണ്. അപ്പം സ്മൃതിനെ കൂട്ടി ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങിന് പോകും. അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് വ്ളോഗ്സ് ആയിരിക്കും ഇന്നത്തെ വീഡിയോസിൽ. സേറ ബേബി ഹായ് പറ. എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേ? അപ്പം ഇനി ഞങ്ങളുടെ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കാർ പാർക്കിംഗ് കിടപ്പുണ്ട്. അപ്പം നേരെ നമുക്ക് സ്മൃതി മോളെ കൂട്ടാൻ പോവാം. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങള് ഷോപ്പിൽ പോവാ. ഹണിമമ്മിയെ കൂട്ടാൻ പോണം. ഇന്നത്തെ ഷോപ്പിലും പോണം. അപ്പം ഞങ്ങള് ഇവിടുന്ന് ഞങ്ങളുടെ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ സമയം 2:03 സ്മൃതിക്ക് 2:30 വരെ ഷിഫ്റ്റ്. ഇവിടുന്ന് ഒരു 16 മിനിറ്റ് ഉണ്ട് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന കെയർ ഹോമിൽ. ഞാൻ സ്മൃതിയും ഒരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. പോകുന്ന വഴിയൊക്കെ ഞങ്ങളൊരു ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത്. ഇന്ന് ഏത് ദിവസം വെച്ചേ? ഷൂ എൻ്റെ ദൈവമേ, വെള്ളിയാഴ്ച. ഓക്കെ, വെള്ളിയാഴ്ച കുറച്ച് തിരക്കൊക്കെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സമയത്തേക്ക് ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആണ് ഇവിടെ. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ പോകുന്ന പിള്ളേരുടെ പേരൻസിൻ്റെ തിരക്ക് കാണത്തില്ല. ഞാനിതെല്ലാം തേങ്ങയാണ് പറയുന്നത്. അപ്പം ഇതാണ് ഞാൻ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. അതായിരിക്കും ബെറ്റർ. കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, എന്താ വേറെ വീഡിയോ ഒന്നും ഇല്ലേന്ന്. സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഹോം ടൂറൊക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. പക്ഷേ എടുത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു പണിയൊക്കെ കിട്ടി. അപ്പോൾ പണി കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഹോം ടൂർ എടുക്കുന്നതിനിടയ്ക്ക് എൻ്റെ കൈ ഒന്ന് ഡോറിൻ്റെ ഇടയിൽ പോയി. പിന്നെ ആ മൂടങ്ങ് പോയി. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ലാഗായി. പിന്നെ സ്മൃതി അന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു തൊരയേ ഉള്ളായിരുന്നു. പിന്നെ ഡിലേ ആയി. അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ ഓർത്തു ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. സ്മൃതി ഇപ്പം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ പിന്നെ എന്നാൽ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വെച്ചു. ഇന്ന് നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഇന്നലെ സത്യം പറഞ്ഞാൽ മഴയൊക്കെ ആയിരുന്നു. ഇന്നലെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ് ഒക്കെ. അപ്പം ഇന്ന് ഞങ്ങൾ ഉച്ചക്കത്തെ ഒന്നും കഴിച്ചൊന്നുമില്ല. ഇവിടെ നിന്നിക്കിട്ട് താങ്ങി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാവോന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കഴിച്ചില്ല. അപ്പം നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് കയറിയിട്ടാണ് കേട്ടോ നമ്മുടെ കെയർ ഹോമിലോട്ട് പോകുന്നത്. ഞാനിവിടെ ഈ കെയർ ഹോമിൽ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുക. ഇത് ഒരു ഫീൽഡ് റോഡാണ്. ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാത്തതിനാണ് ഇവളെന്നെ ഇട്ടിട്ട് പോകരുതെന്ന് ഇപ്പം പറഞ്ഞത്. എൻ്റെ അമ്മേ, ഇതാണ് ഈ വഴിയുടെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാം ഇത് ഫീൽഡ് റോഡ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ വലിയ വണ്ടികളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വേണം ഇതുവഴി ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഇതുവഴി ഓടിക്കാറില്ല. വല്ല ലൈസൻസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒട്ടുമേ ഓടിക്കാറില്ല ഞാൻ. ഒരു കറക്ഷൻ ഉണ്ട്, ഫീൽഡ് റോഡല്ല കേട്ടോ, ഫാം റോഡെന്നോ അല്ലെ കൺട്രി റോഡെന്നോ പറയാമെന്ന് പറഞ്ഞു. എനിക്കറിയാം. അപ്പം വീഡിയോസ് അതുകൊണ്ടൊക്കെയാണ് ഡിലേ ആയത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ലാതായി പോയി. അപ്പം ഇനിയും ബാക്ക് ടു നോർമൽ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ഹാപ്പി ന്യൂസായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇച്ചയുടെ ഫോട്ടോഗ്രാഫി 2.5 കൊല്ലത്തിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ ചെറിയൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. സേറ ബേബി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഏതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പോകുന്ന വഴി മുഴുവൻ നിങ്ങളെ കാണിക്കാൻ നിന്ന 16 മിനിറ്റ് റോഡ് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇനി സ്മൃതിനെ കൂട്ടിയിട്ട് കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, കാണിക്കാവേ. അവിടെ ഇഷ്ടംപോലെ മാൻ. എന്തി മാൻ? കണ്ടോ? കാണാമോ? കാണാം. യെസ്, ഇങ്ങനെ ഇത് കണ്ടോ? അവിടെ എല്ലാം ഇങ്ങനെ വെയിൽ കൊള്ളാൻ നിൽക്കുവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആരാസരബിയുള്ള ആട്ടുമാമയുണ്ട്.
ആട്ടമാമയുണ്ട്, മാനുണ്ട്. മുയലുണ്ട്. ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമെല്ലാം ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പം ഇത് നമ്മൾ അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ചില സമയത്തൊക്കെ മുയലൊക്കെ എന്നെ ഒന്ന് കൊന്നതായോ എന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കാണും. ആട്ടുമാമതയുണ്ട്. പിന്നെ ഇനിയും പോകുന്ന വഴിയാണ് ഇത്. കണ്ടോ, ഇത് ഭയങ്കര ചെറിയ റോഡാണ്. ഇതിൽ ഭയങ്കര വലിയ വണ്ടികൾ ഈ റോഡിൽ കൂടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബേബിയും സേറ ബേബിയുടെ ലുലു ബേബിനെ ഒരുക്കിയത് സേറ ബേബിയാണ്. സേറ ബേബി കാണിച്ച് പൊട്ടനെ കാണിക്കും കേട്ടോ. സേറ ബേബി തന്നെ ലുലു ബേബിക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ പറഞ്ഞു കുറേ നേരമായിട്ട് ബഹളാ. ഫാം റോഡിൽ നിന്ന് നമ്മുടെ മെയിൻ റോഡിലോട്ട് കയറി. ഇപ്പോൾ ഇവിടെ സമയം എത്രയായി? 2:21. ഇപ്പം നമ്മൾ കെയർ ഹോം എത്തും. ഇന്ന് പിന്നെ അത്യാവശ്യം ഈ സമയമായതുകൊണ്ട് തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കൂടെ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എന്നെ രാവിലെ കൊണ്ടുവിടാനൊക്കെ വരുമ്പം 16 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കെയർ ഹോമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മൃതി മോൾക്ക് ഏതായാലും 2:30 ആകാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ കുറച്ച് നേരം കാർ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ വർക്ക് ചെയ്യുന്ന കെയർ ഹോം. അപ്പം സ്മൃതി മോളെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സേറ ബേബി എപ്പോഴും ഇതിൻ്റെ വാതിക്ക് വരുമ്പോഴേ പറയും മമ്മി എന്നെ ഇട്ടിച്ച് പോകരുതെന്ന്. കാരണം ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പം ഇവള് കരച്ചിലും അങ്ങനെ ബഹളമൊക്കെയാണ്. അതുകൊണ്ടാണ്. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ സ്മൃതി മോള് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. തേണ്ടിരിക്കുന്നു. പണിയൊക്കെ എടുത്ത് ക്ഷീണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണി എടുക്കുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ. അപ്പം സ്മൃതി മോള് വന്നു. ഇനിയും ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥിരം ഒരു ഹോട്ടലുണ്ട്. സേറ ബേബിയുടെ ഫേവറേറ്റ് ഹോട്ടലെന്ന് സേറ ബേബി പറയും. പക്ഷെ അത് ഹോട്ടലല്ല, മെക്ഡൊണാൾഡ്സ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. കാരണം ഞങ്ങളൊന്നും കഴിച്ചില്ല, ആരും കഴിച്ചില്ല. അപ്പം നേരെ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്മൃതി മോള് പണിയൊന്നുമില്ല. ഐ മീൻ കെയർ ഹോം ഷിഫ്റ്റ് കഴിഞ്ഞൊരു 6.5 മണിക്കൂർ 7 മണിക്കൂർ അങ്ങോട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ 7:30 തൊട്ട് 2:30 വരെ ആയിരുന്നു ഷിഫ്റ്റ്. അങ്ങനെ പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കും. ഇന്ന് ഞാൻ ജോലിക്ക് അവിടെ ചേർന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അവര് പണിയിപ്പിക്കാത്തതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചുമ്മാ ഇരിക്കലാണ് പണി. പിന്നെ ഇന്ന് പുറത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റിനെ കൊണ്ട് നമ്മൾ പാർക്കിലൊക്കെ നടക്കാൻ പോയി ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ ഷോപ്പിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇന്ന് പടം കാണലായിരുന്നു പണി. ആക്ച്വലി ഞാൻ സത്യം പറയാം, ചേച്ചിയുടെ കെയർ ഹോമിൽ ഭയങ്കര പണിയാ. നമ്മളിങ്ങനെ സ്വപ്നം കണ്ട ജോലി അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പടങ്ങളെല്ലാം കാണുക. ഇന്ന് ഞാൻ Me Before You കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ധൈര്യത്തോടെ പറയുന്നത്. അപ്പൊ ഭയങ്കര നല്ലതാണ്. പക്ഷെ എപ്പോഴും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം, എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ ആരും ഒന്നും കണ്ണു വെക്കില്ല കേട്ടോ. കഷ്ടപ്പെട്ട ഇങ്ങനൊക്കെ പോന്ന്, കഷ്ടപ്പെട്ട ഇങ്ങനെ ഇരിക്കാനും ബുദ്ധിമുട്ടാ. നിങ്ങൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഭയങ്കര നടുവേദന. അവിടെ സോഫയൊന്നും അത്ര പോരാ. TV കാണാൻ ഞങ്ങളുടെ സ്ഥിതിയില്ല. പിന്നെ ബില്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞങ്ങള് മലയാളികളുടെ തറവാടായ മെഗ്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നട്ടുച്ചക്കൊക്കെ മെഗ്നി പോയിരുന്നു കഴിക്കാറ്. വല്ല ചോറും മോരും ഒക്കെ കഴിക്കാനുള്ളതിന് ഇവര് മെഗ്നി പോയാണ് കഴിക്കാൻ. നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇന്ത്യയിലല്ല, നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് ഭയങ്കര പൊട്ടുന്ന വിലയാണ്, പൊള്ളുന്ന വിലയാണ്, പൊട്ടുന്ന വില. നമുക്ക് നല്ല ഫുഡ് കിട്ടും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് നമുക്ക് 120 രൂപയ്ക്ക് കിട്ടുന്ന. ആക്ച്വലി ചേച്ചി ഇങ്ങനെ നല്ല ചേച്ചി സംസാരിക്കുന്ന പ്രധാന വാർത്തകൾ അത് ഞാൻ കഴിവതും ഒത്തിരി പടത്തരങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ്. സ്മൃതി അല്ലല്ലോ, എനിക്കിപ്പോ സ്മൃതിയും സേറയും കൂടെ എപ്പോഴും കൺഫ്യൂഷൻ. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റി പറയാം, നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിക്കോളാം ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന്. സേറ ബേബി വന്ന സമയത്ത് സമയത്തോട്ട് ഞങ്ങൾ അവളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെഗ്ഡിയിൽ കൊണ്ടുപോകും. അപ്പൊ അവളോട് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് അതാണ് ഇവിടുത്തെ കൊണ്ടുപോകാൻ പറ്റിയൊരു കട അതേ ഉള്ളൂ. അത് നമുക്ക് അഫോർഡബിൾ ആണ്. നമുക്ക് നാട്ടിലെ ഒരു 1000 രൂപയൊക്കെ മുടക്കിയാൽ നമുക്ക് എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാം.
പോയാലും നമുക്ക് പേയ്മെന്റ് ആവും, അത്യാവശ്യം റേറ്റ് ആവും, നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും വയറ് നിറയണമെങ്കിൽ. പക്ഷെ മെഗ്ഡിയിൽ അതില്ല, നമുക്ക് വയറ് നിറയും. അതിപ്പോ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ കാണിക്കും. ഞങ്ങൾക്ക് സ്ഥിരം ഒരു മെനു ആട്ടോ. ഞങ്ങൾ പുതിയ സാധനങ്ങളൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ട്രൈ ചെയ്യും, പക്ഷെ ഇടയ്ക്ക് ട്രൈ ചെയ്യുമ്പോ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്യും. പക്ഷെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. അപ്പൊ ഞങ്ങൾ നോർമലി ചിക്കന്റെ ഐറ്റംസ് ഒക്കെ. അതെ, എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഫോണിന് നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. എന്റെ കൈ ഇങ്ങനെയാണ് പൊലിഞ്ഞത് വെയിറ്റ് കാരണം. അപ്പൊ ഇനി ഇപ്പൊ എത്തും നമ്മള്. അപ്പൊ മെഗ്ഡി ചെന്നിട്ട് കാണാം. ഞങ്ങളുടെ ഹോട്ടലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണാമോ? അതെന്താ സാറ ബേബി? ഹോട്ടൽ. സാറ ബേബിയുടെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് അതിന്റെ അകത്ത് കയറിയിട്ട് പറിച്ചു കേട്ടോ സാറ ബേബി എല്ലായിടത്തും ഇന്ന് തിരക്കുണ്ട്. ഞങ്ങള് ആകപ്പാടെ അവളെയും കൊണ്ട് ഇവിടാണ് വരാറുള്ളത്. അങ്ങനെ അതെ അതെ. സാറ ബേബിക്ക് നമ്മള് നാട്ടിൽ ബജ്ജിക്കടയിൽ പോകുന്ന പോലെ ഞങ്ങൾ ഇടക്കിടയ്ക്ക് കൊച്ചിനെ കൊണ്ടുവരുന്ന അവക്കും ഞങ്ങൾക്കും സന്തോഷം വരുന്ന സ്ഥലമാണ് മെഗ്ഡി. ആദ്യമേ ഓടിപ്പോയിട്ടുണ്ട് കാരണം അവൾക്ക് ടോപ്പ് മാറാൻ. ഇതാണ് നമ്മുടെ മെഗ്ഡിയുടെ അകം. നമുക്കിവിടെ ഇങ്ങനെ തന്നെത്താനെ നമുക്ക് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. സ്ഥിരം ഓർഡർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ എന്നൊക്കെ സാധനം അറിയാം. ഞങ്ങൾ സ്ഥിരം ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഇട്ടുന്നതന്നെ. ഞാൻ ഡ്രസ്സ് മാറി മുമ്പിട്ടിരുന്നൊരു ചാക്ക് പോലത്തെ ഡ്രസ്സായിരുന്നു. കേരളത്തിൽ പോകുമ്പോൾ ഇടുന്നതാണ്. അപ്പൊ ഞാൻ 2ാമത്തെ ദിവസമല്ല ഇത്. പ്രൈസ് കണ്ടണം പോലെ സെർബേബി എന്തി? സെർബേബി ഇവിടെ ഭയങ്കര വയനാട്ടോ കേട്ടോ. ചോക്ലേറ്റ് ആണ് എന്നാൽ ഞാൻ സ്ട്രോബെറി ഉണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്നാൽ മതി. എന്റെ കൊച്ചിന് എന്താ വേണ്ടത്? പിന്നെ ഉച്ചയ്ക്ക് എന്തായിരുന്നു വേണ്ടത്? കൊക്കക്കോള. അത് മതി. ചിസ്ക് വാങ്ങാം. ഇനി സെർവേവിക്ക് നമ്മൾ വാങ്ങുന്നത് ഹാപ്പി മീലാണ്. ഹാപ്പി മീൽ എന്ന് വെച്ചാൽ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ സെർവേവി നമ്മൾ ചിക്കൻ നഗറ്റ്സ് വാങ്ങും. പിന്നെ ടോയ് വേണോ ബുക്ക് വേണോ? പ്രശ്നം ടോയ് മതി. എല്ലാം ആണേലും ബുക്കും കണക്കാണ്, ടോയും കണക്കാ, എല്ലാം കണക്കാ. സ്വീറ്ററി ഡിപ്പ്, സ്വീറ്റ് ആൻഡ് സോർ, കറി ഡിപ്പ് പിന്നെ വലിയ കുഴപ്പമില്ല. ഇത്രയാണ് നമ്മുടെ സാറ ബേബിക്കുള്ള സാധനങ്ങൾ. ഇതിനെല്ലാം കൂടെ 3.3 നാട്ടിലെ 335 രൂപ. അടിപൊളി, നല്ല. മെഗ്ഡിയുടെ 50th ബർത്ത്ഡേ പ്രമാണിച്ച് ഇപ്പം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏതാണ്ട് സാധനം കൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. സാറ ബേബിക്ക് കിട്ടിയതാ. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ടേബിൾ സർവീസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് ഈ ടേബിളിൽ കൊണ്ട് തരും. സാറ ബേബിയുടെ പാവനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിയാണോ സാറ ബേബി? സാറ ബേബിക്ക് ഇവിടെ രണ്ടും കൂടെ ഇതെന്താ വെച്ചേ? കൊച്ചിന് കിട്ടിയ സാധനം, പക്ഷെ രണ്ടും കൂടെ ഇവിടെ വഴക്ക ഇതിന് വേണ്ടിയിട്ട്. വല്ലതും നടക്കുവോ? ഇതാണ് നമ്മുടെ ബില്ല്. നമ്മള് നാട്ടിലെ 1900 രൂപയുടെ സാധനം സാധനം വരുമ്പോ കാണിക്കാം കേട്ടോ. ഈ മെഗ്ഡി ശരിക്കും 24 hours ഓപ്പൺ ആണ്. രാവിലെ 5 മണി തൊട്ട് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വന്ന് കഴിച്ചു നോക്കിയിട്ടില്ല. 24 hours ഇവിടെ നമുക്ക് വല്ലാണ്ട് വിശക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടും. ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. വന്നപ്പോഴേ ഇവിടെ എല്ലാം കൈയിട്ട് വാരാൻ തുടങ്ങി. സാറ ബേബിക്ക് നമ്മൾ ഓർഡർ ചെയ്താണ് ഈ മീൽ ബോക്സ്. ഇതൊന്ന് പൊടിച്ചു കൊടുക്കാമോ സാറ ബേബിക്ക്? ഇതൊന്ന് പൊടിച്ചു കൊടുത്താടാ മോനെ. എല്ലാരും തിന്നുവാ. സാറ ബേബിയുടെ മീൽ ബോക്സില് നമുക്കൊരു ടോയ് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്. ഫ്രൈസ് എവിടെ വെച്ചോ? സാറ ബേബിയുടെ ഫേവറേറ്റ് സാധനം കേട്ടോ ഫ്രൈസ്. പിന്നെ നഗറ്റ്സ്, നമ്മൾ നഗറ്റ്സ് ചിക്കൻ നഗറ്റ്സ് ആണ് ഓർഡർ. അതിനകത്തൊരു 4 നഗറ്റ്സ് ഉണ്ട്. ഇത് പിന്നെ സാറ ബേബിയുടെ ഡ്രിങ്ക്സ്. അപ്പം ഇതാണ് ഞങ്ങളുടെ മിൽക്ക് ഷേക്ക്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, പിന്നെ റാപ്പ് 2 ഉള്ളോ? അല്ല 3. ഓക്കെ. അപ്പം ഞങ്ങൾ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ കഴിക്കാൻ കൂടിയില്ലെങ്കിൽ ഇത് നിങ്ങൾ രണ്ടും കൂടെ മത്സരിച്ചത് മൊത്തം ഇത്. അല്ല, അങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. കൊച്ചു
ഇവിടെ സേറ ബേബി ഇവിടെ ഭയങ്കര വഴക്കാണ്. അവളെ ഡാഡി എന്നാ നമുക്ക് ഇവിടെ നിർത്തിയത് പോലീസ് ചൈൽഡ് സീറ്റിലിരുത്തി സീറ്റിരിക്കാനുള്ള ബുദ്ധിമുട്ടിലാണ്. സാറ ബേബിക്ക് പോലീസിനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഡാഡി ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവൾ അനുസരിച്ചോളും. പക്ഷേ ഇച്ച അങ്ങനെ ഞുള്ളത്തൊന്നുമില്ല. പിന്നെ പോലീസും അവൾ ഇങ്ങനെ ഇതുവഴിയെല്ലാം പോലീസ് പോകുന്നത് കാണുന്നതുകൊണ്ട് അവൾക്ക് പേടിയുണ്ട്. പിന്നെ ലാസ്റ്റ് അവളെ പേടിച്ചിട്ട് അനുസരിക്കും. അതാണ് എപ്പോഴും നടക്കുന്ന സംഭവം. അവൾക്ക് ചൈൽഡ് സീറ്റിലിരിക്കാൻ ഭയങ്കര മടിയാണ്. ഞങ്ങൾ ഇരുന്നേ ഡാഡിയെ ഞങ്ങൾ പറ്റിച്ച്. ഹായ് പറഞ്ഞേ. ഹായ് പറ. ഞങ്ങള് പ്രൈമാർക്കിൽ പോയല്ല. ഇനി ഞങ്ങള് പ്രൈമാർക്കിലോട്ട് പോവാണ് ഗൈസ് എന്ന് പറ. അങ്ങനെ ഞങ്ങള് പെരുമ്പാമ്പ് കോഴീനെ വിഴുങ്ങിയ അവസ്ഥയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. വയറ് നന്നായിട്ട് ഇന്ന് നിറഞ്ഞു. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. സാധനങ്ങൾ ഞങ്ങൾ നോർമലി ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ പെരുമാതിന് കോഴിയൊന്നുമല്ല. ബുദ്ധിയില്ലാത്ത കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട കേട്ടാ. ഞങ്ങളുടെ വീഡിയോ ചിന്തിക്കാതിരുന്ന് കാണുക. ഓക്കെ ഓക്കെ. അപ്പം ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രൈമാർക്കിൻ്റെ ആ കോംപ്ലക്സിൻ്റെ താഴെ വന്ന് നമ്മുടെ കാറ് പാർക്ക് ചെയ്തു. എത്ര നേരം ഇതിപ്പോൾ ഇവിടെ 4 മണിയായി. 6 മണി വരെ പ്രൈമാർക്കുള്ളൂ. അപ്പോൾ 2 മണിക്കൂറൊന്നും ഷോപ്പിംഗ് ചെയ്യത്തില്ലെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല ഇനി അതിനകത്തോട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഇനി പ്രൈമാർക്കിൽ ചെന്നിട്ട് കാണാം. സേറ ബേബി ലുലു ബേബീനെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവക്ക് ഇത്തേ കയറാനൊന്നും പേടിയില്ല. എനിക്കാ പിന്നെ പേടി. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇച്ച ഇവിടെ കിടന്ന് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമുക്ക് കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. പൗണ്ട് ലാൻഡ് ഒത്തിരി ഷോപ്സുകളുണ്ട്. അതിൽ ഞങ്ങൾ വരുന്നത് പൗണ്ട് ലാൻഡ്, പിന്നെ പൗണ്ട് ലാൻഡ്, പിന്നെ ഇവിടെ വെച്ച് പിന്നെ നമ്മളിവിടെ വരാറ് ബാർഗെയിൻ, പ്രൈമാർക്ക്, പൗണ്ട് ലാൻഡ്. ഇതൊക്കെയാണ് ഞങ്ങൾ മെയിൻലി വരുന്ന ഷോപ്സ്. ഇതാണ് H&M എല്ലാ ഷോപ്സും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രൈമാർക്കിൽ എത്തിയിരിക്കുകയാണ്. സേറ ബേബി കൊടുപ്പോ. പ്രൈമാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലെ ഒരു സ്റ്റുഡിയോ അതിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെയൊക്കെ പോലത്തെ ഒരു ലെവൽ ഉള്ളൊരു ഷോപ്പാണ്. നമുക്കെല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്സിന് നമുക്കിവിടെ ക്ലോത്ത്സ് കിട്ടും. ഞങ്ങൾ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടിപ്പോവും. അപ്പം ഇച്ചയ്ക്ക് 2-3 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇച്ച അത് ട്രയൽ ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. സ്മൃതി മോള് ലേഡീസിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇച്ചയുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് ട്യൂസ്ഡേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇന്നിങ്ങോട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഇരുന്നു. ഇച്ചയ്ക്കുള്ളതെല്ലാം ഞങ്ങൾ താഴത്തെ സെക്ഷനിൽ നിന്ന് എടുത്ത് അങ്ങനെ ഞങ്ങളിപ്പം ലേഡീസിൻ്റെ സെക്ഷനിൽ വന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു മനസ്സൊന്ന് പതറും. എല്ലാം എടുക്കാനൊരു ടെൻഡൻസിയൊക്കെ തോന്നും. പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വെക്കണം. അതാണ്. അപ്പം ഇതാണ് പ്രൈമാർക്കിൻ്റെ ലേഡീസ് സെക്ഷൻ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് റിഡക്ഷൻ സെയിലെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് പരതിയിട്ട് വരാം. അങ്ങനെ നമ്മൾ പ്രൈമാർക്കിന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് H&M ഒന്ന് കയറി എന്നിട്ട് നമ്മളിപ്പം ഇറങ്ങുവാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരിടത്തും പോകാൻ വേറെ പ്ലാൻ ഇല്ലെങ്കിൽ നേരെ വീട്ടിലോട്ടായിരിക്കും. നമ്മൾ JDയിൽ വരെ കയറാമെന്ന് ഓർത്തു. അങ്ങനെ വെറുതെ ഷൂ കടയിൽ കയറിയിട്ടുണ്ട്. കണ്ണാടി വാങ്ങാൻ, ഷൂ കടയിൽ സ്പെക്സ്, കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ. അതിന് ഇവിടെ അത് കിട്ടുമോ? ഞാൻ നടന്ന് ഞാൻ ക്ഷീണിച്ച് ഞാനിരുന്നു. അത് ചെരുപ്പല്ല സേറ ബേബി, അത് ഷൂവിൻ്റെ അകത്ത് വെക്കുന്ന സ്പോഞ്ചാണ്. അതവിടെ കൊണ്ടുപോയി ഡാഡിക്ക് എടുത്തോണ്ട് വന്ന ചെരുപ്പ് കൊള്ളാം. ഏതായാലും കാലാവസ്ഥ ഇവര് വീട്ടിൽ ഇരുന്നു. ഞാൻ ഷിഫ്റ്റ് പണിയൊന്നും ഇല്ലല്ലോ. ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വന്നേ. പണിയൊന്നും ഇല്ലല്ലോ. ഷിഫ്റ്റ് കഴിഞ്ഞ് ഇരുന്ന് വന്നയാ. എനിക്ക് അങ്ങ് വയ്യാണ്ടായി ഗൈസ്. ടയേർഡായി. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. പ്രൈമാർക്കിലെ ഷോപ്പിങ്സ് കഴിഞ്ഞു.
ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ കാറ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള കാർ പാർക്കിങ്ങിലിട്ടേക്കുന്നത്. നമുക്ക് ഇനിയും പോകാനുള്ള കടയെന്ന് വെച്ചാൽ ഹോം ബാർഗെയിൻസ് ഒക്കെ. അപ്പം വേറെ ഹോം ബാർഗെയിൻസ് ഒക്കെ ഇവിടെ ഷൂസ്ബറിയിലുണ്ട്. അപ്പം ഏതായാലും പോവാം. ഇതിൽ കയറിയപ്പോഴത്തേക്ക് കറണ്ട് അടിച്ചു തന്നെ. നിങ്ങളെ ഇതുവരെ കറണ്ട് അടിച്ചിട്ടുണ്ടോ ഗൈസ്? ഇതെന്തോ ഇത് നിങ്ങളിങ്ങനെ വടി പോലെ ഇരിക്കുന്നത് എല്ലാവരും. ഇതാണ് നമ്മുടെ ഹോം ബാർഗെയിൻസ്. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാം കാണിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും ബോർഡ് മാത്രം കാണിക്കും, പിന്നെ ഒന്നുമില്ല. കാരണം ഏറ്റവും എന്നോട് വാൺ ചെയ്തിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ മണിക്കൂർ നീണ്ട സിനിമാ കഥ പോലെ ഇടരുതെന്ന്. അപ്പൊ അതുകൊണ്ട് ആണ് ഇങ്ങനെ കട്ട് ചെയ്ത്. ചേച്ചി അത് റിവേഴ്സ് ഗിയർ ഇട്ടു കണ്ടോ, ഇവിടെയൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കണമല്ല. അങ്ങനെ ഞങ്ങള് മെക്ഡൊണാൾഡ്സിൽ പോയി, അത് കഴിഞ്ഞ് ഫ്രൈ മാർക്കിൽ പോയി, അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് ആൽഡിയിലോട്ടൊക്കെ പോവാണ്. കാരണം ഇനിയും അപ്പം ഇനിയും എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് വർക്കിംഗ് ആണ്. കടീസ് ഞാനും എല്ലാം അങ്ങനെ മാറി മാറി വർക്കിംഗ് ആണ്. അപ്പം ആശാനും ഒറ്റയ്ക്ക് കട വിടാൻ കൊള്ളത്തില്ല. ഞാൻ കുരുമുളക് പൊടി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വാങ്ങിച്ചോണ്ട് വരും. അതുകൊണ്ട് കഴിവതും ഒരുമിച്ച് പോകുന്നത് തന്നെ എപ്പോഴും നല്ലത്. അതായത് അതിങ്ങനെയാണ് എനിക്ക് അതിന് മറുപടി പറയാം. അതായത് ഇവളുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 2 മുട്ട തന്നിട്ട് ഒരെണ്ണം പുഴുങ്ങിയും വെക്കണം ഒരെണ്ണം പൊരിച്ചും വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെച്ച് കഴിയുമ്പോൾ അവള് ലാസ്റ്റ് പറയും എന്ത് പണിയാ ചെയ്തേ, പുഴുങ്ങേണ്ട മുട്ട എടുത്ത് പൊരിച്ചും വെച്ച് പൊരിക്കേണ്ട മുട്ട എടുത്ത് പുഴുങ്ങിയും വെച്ച് പറയും. എന്തെങ്കിലും ഒരു കുറ്റം പറയണമെന്നുള്ളൂ, അതിന് ഇന്റെ കാരണം ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ആൽഡിയിലോട്ട് പോവാ. സേറ ബേബിക്ക് ഉടുപ്പൊക്കെ ഞങ്ങള് വാങ്ങിച്ചു അല്ലേ? സേറ ബേബി എത്ര ഉടുപ്പ് വാങ്ങിച്ചു? 3 ഉടുപ്പ് ഞങ്ങള് വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര ഇത് കാലാവസ്ഥ ഒട്ടും ശരിയല്ല. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പ് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഈ ചൂട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡ് ആകുന്നുണ്ട്. വീട്ടിലിരുന്നാലും നമുക്കൊരു ഭയങ്കര ക്ഷീണമാണ് എപ്പോഴും. അപ്പൊ നമുക്ക് ആൽഡിയിൽ ചെന്നിട്ട്, ആൽഡി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ ആൽഡി ഷോപ്പിംഗും കഴിഞ്ഞ് ഞങ്ങൾ അതുകൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഭയങ്കര എന്തെന്നില്ലാത്ത ക്ഷീണം. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭയങ്കര വെയില. അപ്പൊ എനിക്കത് നമ്മുടെ ബോഡിയൊക്കെ ഡീഹൈഡ്രേറ്റ് ആകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്താ ഒരു വീഡിയോ എടുത്ത് സംസാരിക്കാനുള്ളൊരു ആവത് പോലും ഇല്ലാത്ത പോലത്തെ ക്ഷീണം. പ്രായമായെന്നാന്ന് നിങ്ങൾ കമന്റിൽ പറയരുത്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആൽഡിന്ന് വാങ്ങിച്ചു. 6000 രൂപയുടെ സാധനം വാങ്ങിച്ചു. പിന്നെ ഇനി വീട്ടിൽ പോയി. ഇനി നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇനി ഇപ്പൊ ഇവിടെ സമയം എത്രയായി? 6:40 സമയം. പക്ഷെ ഈ വെയിലൊക്കെ കണ്ടാൽ നിങ്ങൾ ഓർക്കും ഉച്ച ഏതാണ്ടാന്ന്. പക്ഷെ 6:40. ഈ ഒരു വെയിലും കാര്യങ്ങളെല്ലാം ഒരു 8 മണി 9 മണി വരെ കാണും ഇങ്ങനെ. അതാണ് ഇപ്പൊ സമ്മർ ആയതുകൊണ്ട്. അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇനി വീട്ടിൽ ചെന്നൊന്നും കാണത്തില്ല. അത് വീട്ടിൽ ചെന്നിട്ട് എന്താ കാണാൻ? ഞങ്ങൾ ഇനിയും വളരെയധികം എനർജറ്റിക്കോട് കൂടെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇനിയും ഉടനടി തന്നെ അടുത്ത വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിനും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചതിന് വളരെ നന്ദി. അപ്പൊ ശരി, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ ബൈ ബൈ. ഇതാ ഇതിന്റെ അടുത്ത സ്ലോ